എക്സലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് മെർജ് സെല്ല് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ റാപ്പ് ടെക്സ്റ്റ് എന്താണെന്നും അലൈൻമെൻറ്റുകളും അതേപോലെ തന്നെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ബോൾഡ് ഇറ്റാലിക് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടെക്സ്റ്റ് തന്നെ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ടെക്സ്റ്റുകളൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് സീരിയൽ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യണം. SL നോ, നമ്മളിപ്പോൾ ഏതൊരു ബില്ലിലും കാണാവുന്ന ഒരു ഓപ്ഷനാണ് സീരിയൽ നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ തന്നെ എന്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് സീരിയൽ നമ്പർ ഇട്ട് കൊടുത്തു. ഞാൻ അതിന് ശേഷം എന്ത് ചെയ്യുക, അലൈൻ സെൻറ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നിന്ന് 1 ടൈപ്പ് ചെയ്യുകയാണ്, ഞാൻ ഇവിടെ നിന്ന് 2 ടൈപ്പ് ചെയ്തു. ഓക്കെ, 1 2. ഇനി നമുക്ക് എന്തെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ടും അടുത്ത നമ്പറുകളാണ് കാണണമെന്ന് വയ്ക്കാം. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, 2 സെല്ലും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇത് ഇവിടെ നിന്ന് ഗ്രീൻ പോയിൻ്റ് കണ്ടോ, ചില വേർഷനിലൊക്കെ ബ്ലാക്ക് ഇതായിരിക്കും കേട്ടോ കാണും. ഇവിടെ ഗ്രീനാണ് കാണുന്നത്, അതുകൊണ്ട് അതിന് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയുകയാണ്. അതേപോലെ തന്നെ ചില വേർഷനിൽ 2007 2007 ആ ഒരു വേർഷനൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും കാണാൻ പറ്റുക കേട്ടോ, ഗ്രീൻ അല്ല ബ്ലാക്ക് ആയിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, ഈ ഒരു ഗ്രീൻ പോയിന്റിൽ എന്ത് ചെയ്യുക, മൗസ് പോയിൻ്റ് കൊണ്ടുവന്ന് വയ്ക്കുന്ന സമയത്ത് നോക്കിയാൽ ഒരു പ്ലസ് സിമ്പിളായിട്ട് മാറും. അതായത് ഇപ്പോൾ ഈ ഒരു വലിയ പ്ലസ് അല്ല, ഒരു കുഞ്ഞ് ബ്ലാക്ക് പ്ലസ് ആയിട്ട് മാറും. അത് 2007 യൂസ് ചെയ്യുന്ന ആളുകൾക്കും അതെ സെയിം കീ തന്നെയായിരിക്കും കേട്ടോ കാണാൻ പറ്റുക. ഞാൻ എന്ത് ചെയ്യാണ്, മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചേക്കാണ്, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചേക്കാണ്. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് അടിയിലേക്ക് എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് നോക്കി നമ്പറുകൾ വന്നേക്കണം, നോക്കി കണ്ടോ, 1 2 3 കണ്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്പറുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഒന്നുകൂടി കാണിക്കാം. 1 എൻ്റർ അടിച്ചു, 2 ടൈപ്പ് ചെയ്തു, 2 സെല്ലും കൂടി സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എന്തോരാണോ വേണ്ടത് അത്രയും നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ട് ഡ്രാഗ് ചെയ്ത് മതി. എനിക്കിപ്പോൾ 10 വരെ മതി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10 വരെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് 1 2 3 4 ആ ഒരു മെത്തേഡിലാണ് എന്തായേക്കുന്നത്, ഇവിടുന്ന് ക്രിയേറ്റ് ആയേക്കുന്നത്. ഞാൻ ഇവിടുന്ന് 2 ടൈപ്പ് ചെയ്യുകയാണ്. 2 കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഒരു 4 ടൈപ്പ് ചെയ്യുകയാണ്. ഈ 4 എന്ന് തുടങ്ങിയ സംഖ്യ 2 കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് 4 ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 എന്ന് പറഞ്ഞൊരു സംഖ്യ കഴിഞ്ഞിട്ട് എത്ര സംഖ്യകൾ കൂടി വന്നത് 4, 2 കൂടി വരുമ്പോഴാണ് വീണ്ടും 4 ആവുക അല്ലേ, 2 4. ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, 2 സെല്ലും കൂടി സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കി കണ്ടോ, അത് 2 ഇൻക്രിമെൻ്റ് ഇതായിട്ടുള്ള ഒരു സംഖ്യകൾ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ടും കൂടി 2 4 6 8 10 12 14 16 18 10 20 22 അങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ ഇവിടുന്ന് 3 ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ 6, അപ്പോൾ 3 ഇൻക്രിമെൻ്റ് ആയിട്ടുള്ള നമ്പറുകൾ കൂടി കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ 3 6 9 ആ രീതിയിൽ കണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റുകൾ നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ തൽക്കാലം 1 2 ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഒരു 20 മറ്റും കൊടുക്കുകയാണ്. ഓക്കെ, സീരിയൽ നമ്പർ കൊടുത്തു. ഞാൻ ഡേറ്റ് കൊടുക്കുകയാണ്, DATE. ഓക്കെ, ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 4 ഫെബ്രുവരി 2022. അപ്പോൾ 04/02/2022. അപ്പോൾ ഡേറ്റ് എങ്ങനെയാണോ, അതായത് ഇപ്പോൾ സിസ്റ്റത്തിലെ ഫോർമാറ്റ് ഇപ്പോൾ ഹൈഫൺ ഇട്ടാണ് കണ്ടോ, 04-FEB-2022 ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ഡേറ്റ് കിടക്കുന്നത്. ചില സിസ്റ്റത്തിലേക്ക് //// കിടക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലുള്ളൊക്കെ സിസ്റ്റത്തിലേക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ, നിങ്ങൾ നിർബന്ധമായിട്ടും ഡേറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത്, ഡേറ്റ് ഇടുന്ന സമയത്ത് സ്ലാഷിൽ തന്നെ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഞാൻ 4 2 കൊടുത്തു. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് കണ്ടോ ഒന്ന് ഇതിലൊക്കെ ക്ലിക്ക് ചെയ്ത്, അതായത് ഈ ഒരു ബ്ലാക്ക് പോയിന്റ് കണ്ടോ, ഗ്രീൻ പോയിന്റ് കണ്ടോ, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, നമ്മൾ എവിടെയാണോ അവസാനിപ്പിച്ചിരിക്കുന്നത്, അതായത് നേരത്തെ എവിടെയാണോ അവസാനിപ്പിച്ചിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ടുണ്ടാവും, ഇതേപോലെ തന്നെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്ത് കൊടുക്കണം, മന്ത് കൊടുക്കണം, MONTH. ഇന്ന് ഞാൻ ഇപ്പോൾ FEB കൊടുക്കുകയാണ്, FEB. ഒന്നിലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാം, അതുമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ഫോം കൊടുക്കാം കണ്ടോ. അപ്പോൾ മാർച്ച് കണ്ടോ, നമ്മളിപ്പോൾ ആ 3 അക്ഷരങ്ങൾ കണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ജനുവരി എന്ന് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മൊത്തം സെലക്ട് ചെയ്തു, JANUARY ജനുവരി എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ JANUARY എന്ന് കൊടുക്കുകയാണ്, URY ജനുവരി എന്നുള്ള സ്പെല്ലിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് തെറ്റിച്ച് കൊടുത്തുന്നുള്ളൂ. അപ്പോൾ നോക്കിയേ, അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും കണ്ടോ, ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സെല്ലിലേക്ക് ഇങ്ങനെ കയറി വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ചെയ്യാൻ നോക്കുക. ഒന്നല്ലെങ്കിൽ 3 ഇത് കൊടുത്തേക്കുക, ജാൻ കണ്ടോ ഫെബ്, അപ്പോൾ ആ രീതിയിൽ കൊടുത്തേക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ എംപ്ലോയീസിനൊക്കെ
സാലറി കൊടുക്കുന്ന ഒരു ഡേറ്റ് ആയിരിക്കും, എന്താ പറയുക, ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡേറ്റ് തന്നെ എടുക്കുകയാണ് 04/02/2022 ആ ഒരു ഇത് തന്നെ കൊടുക്കുകയാണ്. സോറി 04/02 കേട്ടോ. ഓക്കെ 04/02/2022 ഈ സെയിം ഡേറ്റ് തന്നെ അടിയിലേക്ക് വന്നു നോക്കിയാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്യുക, ആ ഡേറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ 2022 ഈ 2 സെല്ലും സെലക്ട് ചെയ്തു. കണ്ടോ അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള ഡേറ്റുകളൊക്കെ വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 2 പ്രാവശ്യം എന്ത് ചെയ്യാം, ഇവിടുന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് FEB എൻ്റർ FEB കണ്ടോ നമുക്ക് അടുപ്പിച്ച് നമ്മൾ കൊടുത്ത കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് വന്നം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ രീതിയിൽ ചെയ്തു കൊടുത്താൽ മതി. ഓക്കെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, മാസങ്ങൾ ടൈപ്പ് ചെയ്യാം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇയറുകൾ 2022 ആണെങ്കിൽ 2021, 22 ആണെങ്കിൽ 22, 23 ആണെങ്കിൽ 23. അതേപോലെ തന്നെ വീക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ വീക്സ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നത് ഫ്രൈഡേ ആണ്. അപ്പോൾ FRIDAY സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും എന്താ പറയുക, അത് തെറ്റ് തന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കും. ഈ സെല്ലുകൾക്ക് ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഇപ്പോൾ ഈ DAY കണ്ടോ, ആ വെനസ്ഡേയുടെയൊക്കെ സ്പെല്ലിങ് തൊട്ടപ്പുറത്തെ സെല്ലിലേക്ക് കയറി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് ഞാൻ ആദ്യമേ തന്നെ പറയാൻ മറന്നുപോയി. അപ്പോൾ ഈ വെനസ്ഡേയുടെയൊക്കെ അങ്ങനെയൊക്കെ സെല്ലുകൾക്ക് കുറച്ച് ഗ്യാപ്പ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാം, മാനുവലായിട്ട് കണ്ടോ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാം, ഗ്യാപ്പുകളുടെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൗസ് പോയിൻ്റ് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കൂട്ടി കൊടുക്കണ്ടോ, നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ നമുക്കിപ്പോൾ ലെഫ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് നോക്കിയേ കണ്ടോ, ലെഫ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് കുറയും, റൈറ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് കൂടിയും വരും. മനസ്സിലായില്ലേ കണ്ടോ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കസ്റ്റമായിട്ട് അല്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു അളവിൽ തന്നെ വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. മീൻസ് ആ ഒരു എൻഡ് ആവണ ഒരു ലൈൻ ഉണ്ടല്ലോ അവിടെ കണ്ടോ, ഡി സെല്ലിൻ്റെ എൻഡ് ആവണല്ലേ, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, ആ കറക്റ്റ് സെല്ലിൻ്റെ ഫോർമാറ്റിൽ എന്തായാലും വിട്ടും ഹൈറ്റും എല്ലാം സെറ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രീതിയിൽ കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രീതിയിൽ കൂടുന്ന കൂട്ടുകയും ചെയ്യാം. ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈഡേ മാത്രം മതി എന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം, FRIDAY രണ്ടും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം കണ്ടോ. അപ്പോൾ എല്ലാ സെല്ലും എന്താവും, ഓട്ടോമാറ്റിക്കായിട്ടും കോമൺ ആയിട്ട് വന്നോളൂ. ഇനി നമുക്ക് ഇവിടെ നിന്ന് സെല്ല് ഡൗൺ ആയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. കണ്ടോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് സെല്ലുകളൊക്കെ ഒരു കളർ കണ്ടോ കൊടുക്കണമെങ്കിൽ കണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കീബോർഡിൽ കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്തിടുന്ന സമയത്ത് നോക്കിയാൽ അത് എല്ലാ സെല്ലിലും ആവട്ടെ. 10,48,576 സെല്ലിലേക്ക് എന്താവും, അത് കോമൺ ആയിട്ട് ആ കളർ വന്നിട്ടുണ്ടോ. എനിക്ക് അങ്ങനെ വേണ്ട, ഒരു നിശ്ചിത ഏരിയ മാത്രം മതി എന്ന് നോക്കിയാൽ. അപ്പോൾ എന്ത് ചെയ്യുക, അത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക കണ്ടോ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കളറുകൾ കൊടുക്കാം. സാധാരണ രീതിയിൽ അങ്ങനെ കളർ ആരും കൊടുക്കാറില്ല കേട്ടോ. ഈ രീതിയിലേക്കാണ് കളറുകൾ കണ്ടോ, ആ ഒരു ഇതിന് വേണ്ടി മാത്രം കണ്ടോ, ആ ഹെഡിങ്ങുകളൊക്കെ വേണ്ടിയാണ് കൂടുതലായിട്ടും കളറുകൾ കൊടുക്കാറുള്ളൂ. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് മൈനസ് പ്ലസ് ഫൈൻഡ് ഫില്ല് ഇതൊക്കെ നമുക്ക് ഓട്ടോസം ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.